ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റാഗി ദോശയാണ്. ഉഴുന്നിട്ട അരച്ചതാണ്. ഇന്നലെ ഞാൻ അരച്ചു വെച്ചതാണ്. ഇന്നിപ്പോൾ രാവിലെ അത് ഉണ്ടാക്കുന്നത് റാഗി ദോശ. ചക്കല നെയ്യ് പുരട്ടിയാട്ടോ ഉണ്ടാക്കുന്നത്. കല്ലേന്ന് വിട്ടു പോരാൻ എളുപ്പമുണ്ടല്ലോ. പിന്നെ കടലക്കറിയുടെ റെസിപ്പി ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട്, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അടുത്ത് പിന്നെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാന്ന്. 2 തക്കാളി ഇരിപ്പുണ്ടായിരുന്നു. അത് നന്നായിട്ട് എണ്ണയ്ക്കകത്ത് ഒന്ന് മൂപ്പിച്ച ശേഷം അതിൻ്റെ തൊലി എടുത്ത് കളയണം. അതായത് സ്കിൻ എന്നൊക്കെ പറയുന്ന സാധനം എടുത്ത് കളയണം. എന്നിട്ട് സവോള, ചുവന്നുള്ളിയാണ് ഏറ്റവും ടേസ്റ്റ്. ചുവന്നുള്ളിയും ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് അത് കൈയും കൊണ്ട് നന്നായിട്ട് ഞെരടി എടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതലാണ്. അതിനകത്ത് കൂടെ ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. ശകലം കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉപ്പും. അപ്പം സവോള ഇങ്ങനെ തക്കാളി ഇങ്ങനെ ഒന്ന് വഴറ്റണം കേട്ടോ എണ്ണയ്ക്കകത്തിട്ട്. എന്നിട്ട് സവോളയും ഒരു വെളുത്തുള്ളി, ഇഞ്ചി, ഉപ്പ്, മുളക് പൊടി, ശകലം കുരുമുളക് പൊടി ഇത്രയും ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഞെരടി എടുത്ത് കഴിയുമ്പം നല്ല ടേസ്റ്റുള്ള ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാകും. ഞാനത് ഈ ഇടികല്ലും കൊണ്ട് പതുക്കെ ഒന്ന് ചതച്ചെടുക്കണം. എൻ്റെ കയ്യിലൊരു മുറിവുണ്ട്. അത് മുളക് പറ്റുമ്പോൾ വേദന എടുക്കുമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ്. ചെറിയൊരു മുറിവാണേ. അപ്പം അതാണ് ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കിഷ്ടമുള്ള സംഭവം കേട്ടോ ഇത്. റാഗി ദോശ നല്ല രസമുണ്ട് കഴിക്കാൻ. മിക്സിക്കകത്തിട്ട് ഉഴുന്നിൻ്റെ കൂടെ തന്നെ ഉഴുന്ന് അരച്ച് കഴിഞ്ഞിട്ട് അതിനകത്തിട്ട് തന്നെ ഈ റാഗിപ്പൊടി മേടിച്ചിട്ട് അതിട്ട് മിക്സിക്കകത്തിട്ട് അടിച്ചാൽ മതി. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്, നല്ല രസമാണ്. ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കല്ലേൽ പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല, ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി നെയ്യൊക്കെ ചേർത്ത് കൊടുത്തേക്കുക. അപ്പം നല്ല രസമുള്ള ഒരു ഫുഡാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇടികല്ലും കൊണ്ട് ഇടിക്കണതാട്ടോ. ഇത്രയേ ഉള്ളൂ. ചമ്മന്തിയുടെ പരിപാടി തീർന്നു. ചിലർ പുളിയൊക്കെ വെക്കുന്നത് കാണാം കേട്ടോ. ശകലം പുളിയൊക്കെ വെച്ചിട്ട് അരയ്ക്കുവാണെങ്കിലും നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്.